നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു ഹിസ്റ്ററി സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന യൂണിറ്റിന്റെ അവസാന ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരെ പറ്റിയും പിന്നെ ഫ്രഞ്ചുകാരെ പറ്റിയും കേരളത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെ പറ്റിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ ബ്രിട്ടീഷുകാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലേക്കുള്ള ബ്രിട്ടീഷ് അധിനിവേശത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പം കൂടുതലും മലബാർ റീജിയൻ ഓറിയന്റഡ് ആയിട്ടാണ് നമുക്ക് കഥ പോലെ പഠിക്കാനുള്ളത്. കാരണം അവിടെയാണ് ബ്രിട്ടീഷിന് ഡയറക്റ്റ് കീഴിൽ മലബാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിട്ട് നമ്മൾ അങ്ങനെ ചേർത്തത് മലബാറാണ്. അതല്ലാതെ തിരുവിതാംകൂറും കൊച്ചി എന്നും പറയുമ്പോൾ സബ്സിഡിയറി ആയിട്ട് നാട്ടുരാജാക്കന്മാർ തന്നെയാണ് അവിടെ ഭരിച്ചിരുന്നത്. ചില നിർമ്മിതികളോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോൺട്രിബ്യൂഷൻസോ തുടങ്ങിയ അങ്ങനെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ നമുക്ക് പറയാനുള്ളത്. പിന്നെ കഥ പോലെ എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളൊക്കെ നമുക്ക് മലബാർ റീജിയനിലാണ് പറയാനുള്ളത്. അപ്പോൾ ബ്രിട്ടീഷിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പം നമ്മൾ നേരത്തെ പോർച്ചുഗീസിനെയും അതുപോലെ തന്നെ ഡച്ചുകാർക്കൊക്കെ അവരറിയപ്പെട്ടിരുന്ന വേറൊരു പേര് എന്ന് പറഞ്ഞല്ലോ, പറങ്കികൾ. അതുപോലെ ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത് ലന്തക്കാര്. അതുപോലെ ബ്രിട്ടീഷുകാരെ വിളിച്ചിരുന്നത് വെള്ളക്കാര്, വട്ടത്തൊപ്പിക്കാർ അല്ലെങ്കിൽ ശീമക്കാർ എന്നൊക്കെയാണ് കേരളത്തിൽ അറിഞ്ഞിരുന്നത്. അതിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന ഇംഗ്ലീഷുകാരൻ, അയാളുടെ പേരാണ് മാസ്റ്റർ റാൽഫ് ഹിച്ച്. അപ്പം അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ്. അതായത് കേരളത്തിലേക്ക് വന്ന് ആദ്യമായിട്ട് ആ വ്യാപാരമൊക്കെ തുടങ്ങാനുള്ള ഒരു മാർഗദർശനം നൽകിയത് മാസ്റ്റർ റാൽഫ് ഹിച്ച് ആണെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ്, മാസ്റ്റർ റാൽഫ് ഹിച്ച്. അപ്പം മാസ്റ്റർ റാൽഫ് ഹിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് 1583 അക്ബർ രാജാവായിരുന്നു, അന്നത്തെ ചക്രവർത്തിയായിരുന്ന അക്ബറിന്റെ കോർട്ടിലേക്കാണ്, അക്ബറിന്റെ കൊട്ടാരത്തിലേക്ക്, അവിടേക്കാണ് വരുന്നത്. പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1600 നമുക്കറിയാലോ, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇവിടെ വന്നതിന് ശേഷം വ്യാപാരം തുടങ്ങുന്നതിനായിട്ട് ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള രീതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരത്തിന് വേണ്ടി സ്ഥാപിക്കുന്നത് 1600 അതുപോലെ ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ പാണ്ഡികശാല എന്ന് പറയുന്നത് വിഴിഞ്ഞത്താണ്. അത് ഓർക്കണം കേട്ടോ, കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ പാണ്ഡികശാല വിഴിഞ്ഞത്ത് 1644 ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ പാണ്ഡികശാല എവിടെയാണെന്ന് അറിയോ? അത് ഗോവയിലാണ്. 1639 ഗോവയിൽ ആദ്യ പാണ്ഡികശാല നിർമ്മിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ ഗോവയിലാണ് 1639 ഗോവ. അതുകൂടാതെ പിന്നെ 2 വ്യാപാരശാലകളും കൂടെ ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആണ് തലശ്ശേരിയും അഞ്ചുതെങ്ങും. അപ്പൊ ഈ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യാപാരശാലകൾ ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. അഞ്ചുതെങ്ങ് കോട്ട 1695 അത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ 1615 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വന്ന് സാമൂതിരിയുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ച ആളാണ് ക്യാപ്റ്റൻ കീലിംഗ്. അപ്പം അതിന്റെ ഫലമായിട്ട് പിന്നെ ഒരുപാട് വ്യാപാര ബന്ധങ്ങൾ അവർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ കീലിംഗ് ആണ് ഇവിടേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വന്ന് സാമൂതിരിയുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ചത്. എപ്പോഴാണ്, ഏത് വർഷമാണ്? 1615 കേട്ടോ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മറ്റൊരു കോട്ടയാണ് തലശ്ശേരി കോട്ട. അത് നിർമ്മിച്ചത് 1708 1708 അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി, അപ്പം ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളും അതുപോലെ തന്നെ സാമൂതിരിയുമായിട്ട് നടത്തിയ കൂടിയാലോചനകളെയാണ് തലശ്ശേരി കൂടിയാലോചനകൾ എന്നറിയപ്പെടുന്നത്. അത് നടന്ന കാലയളവ് എന്ന് പറയുന്നത് 1725 മുതൽ 1751 വരെയാണ്. അത് കൂടുതലും ഈ പറഞ്ഞ പോലെ വ്യാപാരം, ഉടമ്പടികളും അതുമായി ബന്ധപ്പെട്ട കരാറുകളും ഒക്കെ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളായിരുന്നു ഈ തലശ്ശേരി കൂടിയാലോചനകളിൽ പൊതുവായിട്ടുണ്ടായിരുന്ന കാര്യം. അപ്പം അത് ആരുമായിട്ടാണ്? സാമൂതിരിയും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധികളുമായിട്ടാണ് ഈ തലശ്ശേരി കൂടിയാലോചനകൾ നടന്നിരുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മാതൃകയിൽ കേരളത്തിലെ നിയമ സംവിധാനം കൊണ്ടുവന്ന ദിവാൻ ആരാണെന്നാണ്. അത് നഞ്ചയപ്പ എന്ന് പറയുന്ന കൊച്ചിയിലെ ദിവാനാണ്. 1818 മുതൽ 1825 വരെയായിരുന്നു അദ്ദേഹം കൊച്ചിയിലെ ദിവാനായിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഇവന്റ് എന്ന് പറയുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. അപ്പം ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 ആര് തമ്മിലാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ ടിപ്പു സുൽത്താനും തമ്മിലാണ് നടക്കുന്നത്. അത് തേർഡ് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം, അതായത് ടിപ്പുവിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ടിപ്പുവിന്റെ കീഴിലുള്ള പ്രദേശങ്ങളൊക്കെ ആർക്ക് കൊടുക്കുകയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. അപ്പൊ അതിന് പ്രകാരം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് പോകുന്നത്. അപ്പം അത് നടക്കുന്നത് ഏത് യുദ്ധത്തിന്റെ ശേഷമാണെന്ന് വെച്ചാൽ തേർഡ് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം. അങ്ങനെ മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും 1799 പൂർണ്ണമായിട്ടും മലബാർ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാവുന്നത്.
പിന്നെ 1800 മലബാർ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ മലബാർ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലേക്ക് ലയിക്കുന്നത് 1800കളിലാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഇവന്റ് ആണ് വേലുത്തമ്പി റിവോൾട്ട്. അത് നമ്മൾ തിരുവിതാംകൂർ ചരിത്രം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം 1810 വേലുത്തമ്പിയും അതുപോലെ തന്നെ കൊച്ചിയിലെ പാലിയത്തച്ഛനും തമ്മിൽ ഒരു സഖ്യം ചേർന്നിട്ട് അവര് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടും. പക്ഷെ ആ പോരാട്ടങ്ങളൊക്കെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ വീണ്ടും അവരുടെ ഒരു ആധിപത്യം അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ 1811 ആകുമ്പോഴത്തേനും എന്താന്ന് വെച്ചാൽ കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശമായിട്ട് പൂർണ്ണമായിട്ടും മാറുകയാണ്. അവരവരുടെ ഒരു അധീശത്വം അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ട് ആണ് 1817 മലബാർ മാനുവൽ. മലബാർ മാനുവൽ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് വില്യം ലോഗൻ എന്ന് പറയുന്ന ഒരു മജിസ്ട്രേറ്റ്. അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് കളക്ടർ ആവുന്നുണ്ട്. മലബാറിലെ കളക്ടറായിട്ട് നിയമിതനായ വില്യം ലോഗൻ എന്ന് പറയുന്ന ആളാണ്. വില്യം ലോഗനെ അപ്പൊ മലബാറിലെ നിയമങ്ങളെ പറ്റിയും അതുപോലെ തന്നെ മലബാറിന്റെ സാമൂഹിക സാഹചര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു റെക്കോർഡാണ് മലബാർ മാനുവലിൽ എഴുതിയിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ ബ്രിട്ടീഷുകാർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് ഭൂനികുതി സമ്പ്രദായങ്ങൾ, ലാൻഡ് റവന്യൂ സിസ്റ്റംസ് അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യകാല ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പം 4 കലാപങ്ങളാണ് മെയിൻ ആയിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഒന്ന് അഞ്ചുതെങ്ങ് കലാപം, അതിന്റെ വർഷം 1697 പിന്നെ ആറ്റിങ്ങൽ കലാപം 1721. പിന്നെ പഴശ്ശി കലാപങ്ങൾ, അത് 2 കലാപങ്ങളുണ്ട്. ഒന്നാം പഴശ്ശി കലാപം 1793 രണ്ടാം പഴശ്ശി കലാപം 1800. പിന്നെ കുറിച്യലഹള 1812 കുറിച്യലഹള നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കിനി നോക്കാം. അപ്പൊ ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. അതിലേക്ക് വഴിവെച്ച സാഹചര്യം എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയുടെ അനുമതിയോടുകൂടി 1673 അഞ്ചുതെങ്ങിൽ ഒരു വ്യാപാരശാല സ്ഥാപിക്കുകയാണ്. 1673 കേട്ടോ. അപ്പം ആ ഒരു അനുമതി വാങ്ങിയ ബ്രിട്ടീഷ് ഒഫീഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് ഒഫീഷ്യൽ ജോൺ ബ്രാബോൺ എന്ന് പറയുന്ന ആളായിരുന്നു. ജോൺ ബ്രാബോൺ 1690 അവര് അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കാനുള്ള അനുവാദം വാങ്ങിച്ചു. അനുവാദം വാങ്ങിച്ചത് 1690. ഇനി കോട്ടയുടെ പണി പൂർത്തിയായത് എപ്പോഴാണ്? 1695. 1695 പണി പൂർത്തിയാകുന്നത്. ഇനി ഈ ഒരു അഞ്ചുതെങ്ങ് കോട്ട അതിന് ചില പ്രാധാന്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കോട്ടയ്ക്ക് ചില എന്താ പറയാ ചില ഇമ്പോർട്ടൻസ് വന്നു. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കുരുമുളകും പരുത്തി തുണിയും ഉൾപ്പെടെയുള്ള വ്യാപാരത്തിൽ ഈ പ്രദേശം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറി. 2 ബോംബെക്ക് ശേഷം പശ്ചിമ തീരത്തെ പ്രധാന സൈനിക കേന്ദ്രമായിട്ട് മാറി. 3 സൈനിക സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനും സംഭരിക്കുന്നതിനുമായിട്ട് കോട്ട ഉപയോഗിച്ചു. 4 വടക്കോട്ടുള്ള ജലഗതാഗതത്തിന് സൗകര്യമായി. അപ്പൊ ഈ ഒരു 4 കാരണങ്ങൾ കാരണം അഞ്ചുതെങ്ങ് കോട്ട അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അതായത് ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ആദ്യ കലാപം കേട്ടോ, അത് ശ്രദ്ധിക്കണം. ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ സംഘടിത കലാപം. പക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. ഇനി ഈ ഒരു അഞ്ചുതെങ്ങ് കലാപത്തിലേക്ക് നയിച്ച റീസൺസ്, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ബ്രിട്ടീഷുകാർക്ക് വ്യാപാര സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള റാണിയുടെ അനുവാദം. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഇവിടുത്തെ കർഷകർ കുരുമുളക് അവർക്ക് വിൽക്കണം എന്നുള്ള റാണിയുടെ ഉത്തരവ്. ഈ 2 കാരണങ്ങളാണ് അവരെ പ്രകോപിപ്പിക്കുകയും, അതായത് നാട്ടിലെ ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും അവർക്കെതിരെ തിരിയാൻ, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ട് അവരെ ഒരുക്കുകയും ചെയ്തത്. ഇനി 1697 പ്രദേശവാസികൾ ഈ ഫാക്ടറി, അഞ്ചുതെങ്ങിൽ സ്ഥാപിച്ച ആ വ്യവസായശാല, ആ ഫാക്ടറി ആക്രമിക്കുകയും വലിയ ആക്രമണ പരമ്പര നടക്കുകയും ചെയ്തു. എന്നാൽ ഈ നീക്കം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. അപ്പം 1697 അവർ ഫാക്ടറി ആക്രമിക്കുകയും പക്ഷെ ബ്രിട്ടീഷുകാർ അത് അടിച്ചമർത്തുകയും ചെയ്തു. അപ്പം ഈ ഒരു സമയത്ത് ഇനി രാജാവിനെയോ റാണിയോ ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ജനങ്ങൾ പിള്ളമാരോടും മാടമ്പിമാരോടും സഹായം തേടാണ്. അപ്പൊ അവിടുത്തെ ഭൂപ്രഭുക്കന്മാരാണ് ഈ പറയുന്ന പിള്ളമാരും മാടമ്പിമാരും ഒക്കെ, അവരോട് സഹായം തേടുന്നുണ്ട്. ഇനി അഞ്ചുതെങ്ങ് കലാപത്തിനെ പിൻപറ്റിക്കൊണ്ട് പിന്നീട് നടക്കുന്ന ഒരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇതിനു മുമ്പ് അഞ്ചുതെങ്ങ് കലാപമാണ് അത് ആദ്യത്തെ കലാപം എന്ന് പറയുന്നത്. പക്ഷെ ആദ്യ സംഘടിത കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അഞ്ചുതെങ്ങിൽ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു ഫാക്ടറി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യവസായശാലയുടെ കാര്യത്തിലുള്ള പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആറ്റിങ്ങൽ റാണിയെ കാണാൻ പോവുകയും അവർക്ക് ഒരുപാട് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും നൽകുന്നത് വഴി അവരിൽ നിന്നും മറ്റ് വ്യാപാര ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനോട് അവിടുത്തെ വ്യാപാരികൾക്കും പ്രദേശവാസികളായിട്ടുള്ള വ്യാപാരികൾക്കും അതുപോലെ തന്നെ നാട്ടുപ്രമാണികൾക്കും ഭൂപ്രഭുക്കന്മാർക്കും ഒക്കെ ഒരു എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്താണ് പറഞ്ഞത്?
റാണിക്ക് ഇനി നേരിട്ട് സമ്മാനങ്ങളൊന്നും കൊടുക്കണ്ട. ആര് വഴി? ഇവരുടെ മധ്യസ്ഥത്തിലൂടെ, ഈ നാട്ടുപ്രമാണികളുടെയും ഭൂപ്രഭുക്കന്മാരുടെയും മധ്യസ്ഥതയിലൂടെ മാത്രമേ ഇനി ഇങ്ങനെ ഗിഫ്റ്റുകളും അതുപോലെ തന്നെ മറ്റ് പാരിതോഷികങ്ങളൊക്കെ നൽകാൻ പാടുള്ളൂ എന്നവര് ഒരു കാര്യം മുന്നോട്ട് വെക്കുകയാണ്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് 1721 ഏപ്രിൽ 15 ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഗൈഫോർഡും അദ്ദേഹത്തിന്റെ കൂടെ ഏകദേശം 140ഓളം മറ്റ് ബ്രിട്ടീഷ് സൈനികരും വ്യാപാരികളും ചേർന്ന് ഈ വാർഷിക സമ്മാനങ്ങൾ നേരിട്ട് നൽകാനായിട്ട് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു പോവുകയാണ്. അപ്പം ഇതിനോട് ഒരു അമർഷവും അതിനോട് എതിർപ്പും ഉള്ള ഈ പ്രദേശവാസികൾ എന്ത് ചെയ്തു? കൊട്ടാരത്തിനടുത്തുള്ള കൊല്ലാമ്പുഴയിൽ വെച്ചിട്ട് ഈ ബ്രിട്ടീഷ് സംഘത്തെ പതിഞ്ഞിരുന്ന് ആക്രമിക്കുന്നുണ്ട്. ആ ഒരു ആക്രമണത്തിൽ ഈ സംഘത്തിലുള്ള എല്ലാവരും മരിച്ചു പോവാണ്. അപ്പം ഈ എല്ലാവരെയും കൊലപ്പെടുത്തുകയും അതിനുശേഷം ഇവര് അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉപരോധം എന്ന് പറയുന്നത് 6 മാസത്തോളമാണ് നീണ്ടു നിൽക്കുന്നത്. ഈ 6 മാസത്തോളം നീണ്ടു നിന്ന ഉപരോധം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? തലശ്ശേരിയിൽ നിന്നും വന്ന ബ്രിട്ടീഷ് പോഷക സേന ഈ ഉപരോധത്തെ തകർക്കുകയും അങ്ങനെ കോട്ട വീണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനൊരു പകരമായിട്ട് റാണി ഒരു കോംപ്രമൈസ് എന്നുള്ള പോലെ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ എന്നുള്ള പോലെ എന്താണ് ഇംഗ്ലീഷുകാരുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ട്. ആ കരാറിൽ 2 വ്യവസ്ഥകളാണ് പറയുന്നത്. ഒന്ന്, കുരുമുളകിന്റെ വ്യവസായ കുത്തക ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പം കുരുമുളകിന്റെ വ്യവസായ കുത്തക ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ആറ്റിങ്ങൽ പ്രദേശത്ത് എവിടെ വേണമെങ്കിലും വ്യവസായശാല തുടങ്ങാനുള്ള അനുമതി ആർക്ക് കൊടുക്കുകയാണ്? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുകയാണ്. ഈ 2 വ്യവസ്ഥ വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായിട്ടുള്ള അലക്സാണ്ടർ ഓമും അതുപോലെ തന്നെ വേണാട്ടിലെ പുതിയ ഭരണാധികാരി എന്ന് പറയുന്നത് ആ സമയത്ത് തിരുവിതാംകൂറിൽ വന്ന മാർത്താണ്ഡവർമ്മ അന്ന് അത്ര വലിയൊരു രാജാവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ ആണെങ്കിലും അത്ര വലിയൊരു രാജ്യമായിട്ടില്ല, ചെറിയൊരു നാട്ടുരാജ്യമാണ്. അവർ പിന്നീടാണ് വേണാടും അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് വടക്കുംകൂറും തെക്കുംകൂറും അതുപോലെ ആറ്റിങ്ങലും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ട് വലിയൊരു രാജ്യമായിട്ട് മാറുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അപ്പം ആ തുടക്കകാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയത്ത് രാജഭരണത്തിന് അത്ര പ്രാമുഖ്യം ഇല്ലാത്തൊരവസ്ഥയാണ്. തിരുവിതാംകൂറിൽ നാട്ടുപ്രമാണിമാർക്കും അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ ഒക്കെ കീഴിലുള്ള ഈ യോഗക്കാർക്കും ഒക്കെയാണ് ജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ അധികാരമുള്ളത്. അപ്പം അവരുടെ ആ ഒരു അധികാരമൊക്കെ ഒന്ന് അമർച്ച ചെയ്ത് ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി രാജഭരണത്തിനെ വീണ്ടും പഴയ ആ ഒരു പ്രാമുഖ്യത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ സഹായം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ കൂടിയിട്ടാണ് ഈ വേണാട് ഉടമ്പടി അയാൾ ഒപ്പുവെക്കുന്നത്. അപ്പം അതിൻ പ്രകാരം തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവില് കുളച്ചിലില് ബ്രിട്ടീഷുകാർക്ക് ഒരു കോട്ട കെട്ടി നൽകാമെന്ന് വാക്കുകൊടുത്തു. അപ്പം ഈ വേണാട് ഉടമ്പടിയാണ് EIC-യും ഒരു ഭാരതീയ രാജാവും തമ്മിൽ ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടി. EIC പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഭാരതീയ രാജാവും തമ്മിൽ ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്യാൻ എല്ലാ സഹായങ്ങളും ബ്രിട്ടീഷുകാർ ആർക്ക് വാഗ്ദാനം നൽകി? മാർത്താണ്ഡവർമ്മയ്ക്ക് വാഗ്ദാനം നൽകി. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പഴശ്ശി കലാപങ്ങളാണ്. പഴശ്ശി കലാപങ്ങൾ 2 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് 1-ാം പഴശ്ശി വിപ്ലവവും അതുപോലെ തന്നെ 2-ാം പഴശ്ശി വിപ്ലവവും. അപ്പം ഈ ഒരു സമയത്ത് ഇത് നടക്കുന്നത് എവിടെയാണ്? വയനാട്, കണ്ണൂർ ആ ഒരു മേഖലയിലാണ് ഈ കലാപങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്തെ സാമൂഹിക സ്ഥിതി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് മൈസൂർ രാജാക്കന്മാരുടെ കീഴിലായിരുന്നപ്പം അവർ കൃഷിക്കാരിൽ നിന്നും നേരിട്ടായിരുന്നു പാട്ടം പിരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പം ഈ ഒരു നികുതി നയം മാറ്റുന്നുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് വല്ലാത്തൊരു മാറ്റാണ്. അതായത് 5 വർഷത്തെ പാട്ടം ഒരുമിച്ചായിട്ട് മുൻകൂർ നൽകണം. അതായത് അടുത്ത 5 വർഷത്തേക്കുള്ള പാട്ടം നിങ്ങൾ ഈ വർഷം തന്നെ ഒരുമിച്ച് മുൻകൂറായിട്ട് കൊടുക്കണമെന്നാണ് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടത്. അപ്പം അതിനെതിരെ ജനങ്ങൾക്ക് വളരെ അപ്രീതിയും അതുപോലെ തന്നെ ജനരോഷവും ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിനെതിരെ. പിന്നെ 1-ാം പഴശ്ശി വിപ്ലവം നടക്കാൻ പഴശ്ശിക്ക് വ്യക്തിപരമായ മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പൊ പഴശ്ശി രാജാവ് എന്ന് പറയുന്നത് ടിപ്പുവിനെതിരെയുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. പക്ഷെ യുദ്ധാനന്തരം അവിടുത്തെ കോട്ടയം പ്രദേശം കേരളവർമ്മയ്ക്ക് നൽകാമെന്നുള്ള വാക്ക് തെറ്റിച്ചുകൊണ്ട്, കേരളവർമ്മ പഴശ്ശി രാജയ്ക്ക് നൽകാമെന്നുള്ള വാക്ക് തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട്ട് രാജാവിന് ഈ ഒരു പ്രദേശം പാട്ടത്തിന് നൽകുകയാണ്. അപ്പൊ ഇവിടെ കോട്ടയം പ്രദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, കോട്ടയം ജില്ല ആ ഭാഗമല്ല. ഈ കോട്ടയം എന്ന് പറയുന്നത് വയനാട്, കണ്ണൂർ മേഖലകളിലുള്ള കോട്ടയമാണ്. അപ്പം കോട്ടയം രാജകുടുംബത്തിലെ രാജാവാണ് ആര്? പഴശ്ശി. അപ്പം ആ ഒരു പ്രദേശം, കോട്ടയത്തിന്റെ ചുറ്റുവട്ടമുള്ള ആ ഒരു പ്രദേശം കേരളവർമ്മയ്ക്ക് നൽകാമെന്നുള്ള വാക്ക് തെറ്റിച്ചുകൊണ്ട് കുറുമ്പനാട്ട് രാജാവിന് കൊടുത്തത് പഴശ്ശിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ പഴശ്ശിരാജ എന്ത് ചെയ്തു? കോട്ടയം ഭാഗത്തുള്ള നികുതി കൊടുക്കുന്നത് നിർത്തിവെച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പിന്നെയും പ്രകോപിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ വീണ്ടും ഇംഗ്ലീഷുകാർ 5 വർഷം കൂടി പാട്ട കാലാവധി കുറുമ്പ്രനാട്ട് രാജാവിന് നീട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് തീരെ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ 1795 ജൂൺ 28 കോട്ടയത്ത് നിന്നുള്ള മുഴുവൻ നികുതിയും നിർത്തിവെച്ചു. മുമ്പ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്, പക്ഷെ ഇവിടെ ശരിക്കും നിർത്തിവെച്ചു, പൂർണ്ണമായിട്ടും നിർത്തിവെച്ചു. ഇനി 1 രൂപ പോലും പാട്ടത്തിൽ അല്ലെങ്കിൽ നികുതിയായിട്ട് കൊടുക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉറച്ച തീരുമാനം എടുത്തു. ഇതിനെതിരെ ബ്രിട്ടീഷുകാര്
അദ്ദേഹത്തിനെതിരെ തിരികെയും അതുപോലെ തന്നെ ലെഫ്റ്റനന്റ് ഗോൾഡന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ കൊട്ടാരം വളഞ്ഞ് അത് മുഴുവൻ റെയ്ഡ് ചെയ്യും, അവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് അത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമായതുകൊണ്ട് പഴശ്ശിരാജ അദ്ദേഹത്തിന് ചെറുത്തു നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം വയനാടൻ കാടുകളിലേക്ക് നീങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഈ പഴശ്ശിരാജ ഈ വയനാടൻ കാടുകളിലേക്ക് നീങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം അവിടുത്തെ ആദിവാസി ജനവിഭാഗത്തെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോട് എതിർപ്പുള്ള സാധാരണ ജനങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ സൈന്യത്തെ അദ്ദേഹത്തിന്റെ പിന്നിൽ സജ്ജമാക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 1795 ഡിസംബർ 28 കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നുണ്ട്. ആ വിളംബരപ്രകാരം എന്താണ് പറയുന്നത്? രാജാവുമായിട്ടുള്ള ഇടപെടലുകളിൽ വിലക്ക് കൊണ്ടുവരുന്നു എന്നാണ്. അതായത് രാജാവുമായിട്ട് ഇനി ആർക്കും ഒരു ബന്ധവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇടപെടലും പാടില്ല എന്നുള്ള ഒരു വിലക്ക് കൊണ്ടുവരുന്നുണ്ട്. അതേസമയം പഴശ്ശി എന്ത് ചെയ്യുന്നുണ്ട്? ടിപ്പു സുൽത്താനുമായിട്ടും ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. കാരണം ടിപ്പു സുൽത്താൻ ഓൾറെഡി ഈ പറയുന്ന ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു വൈരാഗ്യം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ അവർക്ക് ഫ്രഞ്ചുകാരുടെ പിന്തുണയുമുണ്ട്. അപ്പൊ അത് പഴശ്ശിക്ക് വലിയൊരു ശക്തിയാണ്. അങ്ങനെ ടിപ്പു സുൽത്താനുമായിട്ടും പഴശ്ശി ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. പിന്നീട് 1797 മാർച്ചിന് കേണൽ ഡോയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പെരിയ ചുരം വരെ എത്തുന്നുണ്ട്. അപ്പം കേണൽ ഡോയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘം പെരിയ ചുരം വരെ എത്തുന്നുണ്ട്. അതേസമയം തന്നെ ഇവരുടെ കൂടെ പാരലലി ആരാണ്? ലെഫ്റ്റനന്റ് മീലിയുടെ കീഴിലുള്ള മറ്റൊരു സംഘം പഴശ്ശിക്കെതിരെ യുദ്ധത്തിന് വരുന്നുണ്ട്. അപ്പം ഈ രണ്ട് സംഘവും രണ്ട് ഭാഗത്തു നിന്നും ഇവരെ വളയുകയാണ്. അങ്ങനെ ഈ ഒരു യുദ്ധം 3 മാസത്തോളം തുടർന്നു പോകുന്നുണ്ട്. ആ സമയത്ത് പഴശ്ശിരാജയ്ക്ക് പിന്തുണയായിട്ട് നിന്നിരുന്നത് കുറിച്യാർ നായർ വിഭാഗത്തിന്റെ ശക്തമായിട്ടുള്ള സൈന്യമാണ്. അപ്പൊ കുറിച്യാർ നായർ വിഭാഗത്തിന്റെ സൈന്യത്തിനെ അത്രയും സജ്ജമാക്കിയിട്ട് പഴശ്ശി ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പിന്തുണ അത് പഴശ്ശിക്ക് നല്ല രീതിയിൽ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവരെ അങ്ങനെ നമുക്ക് അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു ചെറുത്തുനിൽപ്പ് അത്രയും കാലം പോവില്ല എന്ന് മനസ്സിലാക്കി. അപ്പം ജൊനാഥൻ ഡങ്കൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് മേധാവി ചിറക്കൽ രാജാവിനോട് മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അത് പ്രകാരം ചിറക്കൽ രാജാവ് മധ്യസ്ഥത വഹിക്കുകയും പഴശ്ശി അനുരഞ്ജനത്തിന് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിക്കുന്നത്. ഇനി രണ്ടാം പഴശ്ശിക്കലാപം. അപ്പൊ രണ്ടാം പഴശ്ശിക്കലാപം നടക്കുന്നത് 1800-ലാണ്. അപ്പൊ നമുക്കറിയാം ആ ഒരു സമയത്താണ് നമ്മുടെ മലബാർ പൂർണ്ണമായിട്ടും മദ്രാസ് പ്രവിശ്യയുടെ കീഴിലേക്ക് പോകുന്നത്. അപ്പൊ ഈ സമയത്ത് ബ്രിട്ടീഷുകാരുടെ സർവ്വ സൈന്യാധിപനായിട്ട് വരുന്ന ആളാണ് ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്ന ആള്. അപ്പൊ ആർത്തർ വെല്ലസ്ലിയാണ് ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ സർവ്വ സൈന്യാധിപൻ. അപ്പം ഈ യുദ്ധം നടക്കുന്നത് എവിടെയാണ്? കാടുകളുടെ ഉള്ളിലാണ്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് റോഡുകളും സൈനിക താവളങ്ങളും ഒക്കെ പണി കഴിപ്പിക്കുന്നുണ്ട്. പിന്നെ 1801 കേണൽ സ്റ്റീവൻസണിന്റെ നേതൃത്വത്തിൽ മൈസൂർ വഴി ഒരു സംഘം വയനാട്ടിലേക്ക് കടന്ന് അവിടെ വലിയൊരു ആക്രമണം നടത്തുന്നുണ്ട്. ആ ആക്രമണത്തിൽ കമ്പനി പട്ടാളം വിജയിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ആക്രമണത്തിന് എതിരിടാൻ വന്ന നമ്മുടെ പഴശ്ശിരാജയുടെ നേതാക്കൾ ആരൊക്കെയായിരുന്നു, അല്ലെങ്കിൽ പഴശ്ശിരാജയുടെ സൈന്യത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അദ്ദേഹം നമ്മുടെ പഴശ്ശിരാജയുടെ പഴയ സർവാധികാരിക്കാരനായിരുന്നു. അതുപോലെ തന്നെ കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഈമാൻ നായർ, ഇവരൊക്കെയായിരുന്നു നമ്മുടെ പഴശ്ശി സൈന്യത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴശ്ശി തന്റെ സൈനികർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു യുദ്ധതന്ത്രത്തിന്റെ പേരാണ് ഒളിപ്പോര്. അപ്പോൾ ഒളിപ്പോര് യുദ്ധതന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇവര് ബ്രിട്ടീഷുകാരോട് എതിരിട്ട് നിന്നിരുന്നത്. പക്ഷെ ഈ ഒരു ആക്രമണത്തിന് ശേഷം, അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് രാജാവിന്റെ ഈ പ്രധാന സേനാനായകനായിട്ടുള്ള കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ ബ്രിട്ടീഷുകാർ തടവിലാക്കുകയും അവരുടെ വസതിക്ക് സമീപത്തുള്ള ഒരു കുന്നിൻ പുറത്ത് തൂക്കിലേറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നേതൃത്വം നൽകുന്ന ബ്രിട്ടീഷ് മേധാവിയാണ് ലെഫ്റ്റനന്റ് എഡ്വാർഡ് എന്ന് പറയുന്ന ആള്. ലെഫ്റ്റനന്റ് എഡ്വാർഡ് കേട്ടോ. അത് കഴിഞ്ഞുണ്ടാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ് പനമരം കോട്ട പിടിച്ചെടുക്കല്. അത് 1802 ഒക്ടോബറിലാണ് നടക്കുന്നത്. അപ്പൊ അതിന് നേതൃത്വം നൽകുന്നത് എടച്ചേന കുങ്കൻ നായരും അതുപോലെ തന്നെ തലക്കൽ ചന്തുവാണ്. ഇവരുടെ രണ്ടുപേരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭണകാരികൾ പനമരം കോട്ട പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന 70 ഇംഗ്ലീഷ് സൈനികരെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കലാപം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഴശ്ശിരാജയും സംഘവും അവരുടെ കാടുകൾക്കകത്തുള്ള ഒളിത്താവളത്തിലാണ് ഇരിക്കുന്നതല്ലോ. അപ്പൊ അവരെ നേരെ കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വിചാരിച്ചു ജനങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കാം. അപ്പൊ എന്തായാലും ജനങ്ങൾ ഇവർക്കെതിരെ രംഗത്തിറങ്ങും. അപ്പൊ ഈ പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കുചേരാൻ വേണ്ടി പഴശ്ശിരാജയും കൂട്ടരും എന്തായാലും പുറത്തേക്ക് വരുമെന്ന് അവർക്കറിയാം. അപ്പൊ അതിനുവേണ്ടി മേജർ മെക്ലോയിഡ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ഭൂനികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ അപ്രീതരാക്കി. അപ്പം അതിനെതിരെയായിട്ട് ജനങ്ങളും പ്രക്ഷോഭം തുടങ്ങി. അതിന് കൂടെ ചേരാൻ വേണ്ടി പഴശ്ശിയും പടയാളികളും ഇവർ കരുതിയ പോലെ തന്നെ പുറത്തേക്ക് വന്നു. അപ്പൊ ആ സമയത്ത് പഴശ്ശിയും കൂട്ടരും കൂടി ചെയ്ത മറ്റൊരു അക്രമത്തിന്റെ പേരാണ് അഞ്ചരക്കണ്ടി സുഗന്ധദ്രവ്യത്തോട്ടം തകർക്കുക എന്നുള്ളത്. അപ്പം അഞ്ചരക്കണ്ടി സുഗന്ധദ്രവ്യത്തോട്ടം ഡയറക്ട്ലി ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു കറുവ തോട്ടമായിരുന്നു, അവരുടെ ഒരു പ്ലാന്റേഷൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു കറുവാത്തോട്ടം പഴശ്ശി കലാപകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും അതുപോലെ തന്നെ ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാത്തോട്ടമായിരുന്നു അഞ്ചരക്കണ്ടി സുഗന്ധദ്രവ്യത്തോട്ടം എന്ന് പറയുന്നത്.
പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പഴശ്ശീനെ അങ്ങനെ ഏറ്റുമുട്ടാൻ അത്രയ്ക്ക് എളുപ്പമല്ല, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സൈന്യം പോരാ എന്ന് തോന്നിയപ്പം എന്ത് ചെയ്തു, ഇവരുടെ സൈന്യത്തിനെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള നിലയിൽ കോൽക്കാർ എന്നറിയപ്പെടുന്ന 1200 പോലീസുകാരെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിയമിച്ചു. അപ്പം അവരുടെ പേരെന്താണ്? കോൽക്കാർ കേട്ടോ. കോൽക്കാർ എന്നറിയപ്പെടുന്ന 1200 പോലീസുകാരെ ബ്രിട്ടീഷ് നിയമിക്കുകയാണ്. അതേപോലെ തന്നെ ആ സമയത്ത് വരുന്ന തലശ്ശേരി കളക്ടറാണ് തോമസ് ഹാർവേ ബാർബർ. തോമസ് ഹാർവേ ബാർബർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ തലശ്ശേരി കളക്ടറായിട്ട് നിയമിതനാവാണ്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് മുകളിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. അതായത് പഴശ്ശി കലാപം എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം എന്നുള്ളൊരു ഉത്തരവ് അവർക്ക് ലഭിക്കുകയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഇവരെന്ത് ചെയ്തു, ജനങ്ങൾക്ക് പാരിതോഷികങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇത് പഴശ്ശിനെയും സംഘത്തിനെയും പിടിക്കാൻ സഹായിക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുന്നതാണെന്നുള്ള വാഗ്ദാനങ്ങൾ ഇവർ കൊടുക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ കൂട്ടത്തിലുള്ള ഒരാള് പഴശ്ശിയെ ഒറ്റുന്നു എന്നാണ് നമ്മൾ കഥ കേൾക്കുന്നത്. അപ്പം അങ്ങനെ 1805 നവംബർ 30 പഴശ്ശിയെ വധിച്ചു എന്നും പറയുന്നുണ്ട്. ചില പുസ്തകങ്ങളിൽ പഴശ്ശി ആത്മഹത്യ ചെയ്തു, അതായത് നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പം പഴശ്ശി ആത്മഹത്യ ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പം രണ്ട് നരേഷനും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 1805 നവംബർ 30 പഴശ്ശി എന്തായാലും മരണപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, രണ്ടാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ തലശ്ശേരിയിലെ കളക്ടറായിട്ട് വന്ന TH ബേബർ അദ്ദേഹത്തിന്റെ ഉയർന്ന അധികാരികൾക്ക് കത്ത് എഴുതുന്നുണ്ട്. അപ്പൊ ആ കത്തില് പഴശ്ശിരാജയെ പറ്റി വളരെ ബഹുമാന പുരസരമാണ് പരാമർശിക്കുന്നത്. അപ്പൊ അദ്ദേഹം ശത്രുപക്ഷത്താണെങ്കിൽ പോലും ഒരു ആരാധനയോടും ബഹുമാനത്തോടും കൂടിയാണ് പഴശ്ശിരാജയെ വീക്ഷിച്ചിരുന്നത്. അപ്പം അതിന്റെ സൂചകമായിട്ട് അദ്ദേഹം ആ കത്തിൽ എഴുതിയ ചില വരികളാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറയുന്നത്. അപ്പൊ ഇത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നൊക്കെ ഉള്ളത്. അപ്പം ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ, കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രു എന്നതിനപ്പുറം ആ നിലയിൽ വേണം അദ്ദേഹത്തെ കാണാൻ. പിന്നെ അതുപോലെ തന്നെ അസാധാരണനും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി, അങ്ങനെ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് TH ബേബർ ആണെന്ന് ഓർക്കുക. അസാധാരണനും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തി എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത്, മരണത്തിന് പോലും മായ്ക്കാനാവാത്ത ആരാധനാസ്പർശിയായ സ്നേഹാതരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന പഴശ്ശിരാജാവിന്റെ കാര്യത്തിൽ എല്ലാ വർഗത്തിൽപ്പെട്ടവർക്കും സുസ്ഥിര താല്പര്യമുള്ളതായി ഞാൻ കണ്ടു. അപ്പൊ ഇതൊക്കെ ആ കത്തില് പഴശ്ശിയെ പറ്റി TH ബേബർ എഴുതിയ കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കുറിച്യ ലഹളയാണ്. അപ്പം ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിലെ ഏറ്റവും അവസാനത്തതാണ് കുറിച്യ ലഹള എന്ന് പറയുന്നത്. അത് നടക്കുന്നത് 1812 നമ്മൾ പഴശ്ശിയുടെ രണ്ടാം വിപ്ലവത്തിനൊക്കെ ശേഷം അതിന്റെ പിന്നാലെ നടക്കുന്ന ഒരു കലാപമാണ് ഈ കുറിച്യ ലഹള എന്ന് പറയുന്നത്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ അവിടുത്തെ ജനങ്ങൾ നികുതിയായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നൽകി പോന്നിരുന്നു. പക്ഷെ പുതിയൊരു ബ്രിട്ടീഷ് നയം അനുസരിച്ചിട്ട് എന്താ പറയുന്നത്, നികുതിയായിട്ട് അവരിൽ നിന്ന് സാധനങ്ങൾക്ക് പകരം പണം ഈടാക്കുന്ന ഒരു വ്യവസ്ഥ വന്നു. അപ്പം പണമായിട്ട് തന്നെ നികുതി കൊടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയെ പ്രതിഷേധിച്ചു കൊണ്ടിട്ടാണ് വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും പിന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ നേതൃത്വം നൽകിയിരുന്നത് കുറിച്യരും കുറുമ്പരുമാണ്. അതുപോലെ ആ സമയത്ത് ബ്രിട്ടീഷ് മേധാവിയായിട്ട് ഇരുന്നിരുന്ന ആളാണ് തോമസ് വാർഡൻ. അപ്പൊ കുറിച്യ ലഹളയുടെ സമയത്ത് ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് മേധാവിയാണ് തോമസ് വാർഡൻ. പിന്നെ ഈ ഒരു ലഹള കൂടുതലായിട്ടും കേന്ദ്രീകരിച്ചിരുന്ന മേഖല എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി മാനന്തവാടി മേഖലയിലാണ്, വയനാട്ടിലെ സുൽത്താൻ ബത്തേരി മാനന്തവാടി മേഖലയിൽ. അതുപോലെ തന്നെ കുറിച്യ ലഹളയുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻ ആണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് ലഹളയുടെ ആണെന്നുള്ളത്. അപ്പൊ അത് കുറിച്യ ലഹളയുടെ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ നേതാവ് രാമൻ നമ്പി എന്ന് പറയുന്ന കുറിച്യ നേതാവായിരുന്നു. അപ്പം രാമൻ നമ്പി എന്ന് പറയുന്ന ആളാണ് കുറിച്യ ലഹളയുടെ നേതാവായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ 1812 മാർച്ച് 25 വയനാട്ടിലെ കുറിച്യാട് പ്രദേശത്താണ് കലാപം ആരംഭിക്കുന്നത്. മറ്റു നേതാക്കൾ എന്ന് പറയുന്നത് പ്ലാക്കച്ചന്തു, ആയിരവീട്ടിൽ കോന്തപ്പൻ, മസിലോട്ടാടൻ യാമു, വെൺകലോൻ കേളു. അപ്പം പ്ലാക്കച്ചന്തു, ആയിരവീട്ടിൽ കോന്തപ്പൻ, മസിലോട്ടാടൻ യാമു, വെൺകലോൻ കേളു ഇവരൊക്കെ കുറിച്യ ലഹളയുടെ നേതാക്കളാണ്. അപ്പം ഇവിടെ ഒരു യുദ്ധമുറയും എന്തായിരുന്നു, പഴശ്ശിയുടെ സമയത്ത് തുടങ്ങിയ ആ ഒരു ഒളിപ്പോര് തന്നെയാണ് ഇവരും യുദ്ധമുറയായിട്ട് സ്വീകരിച്ചിരുന്നത്. പോരാത്തതിന് ഈ കുറിച്യരും കുറുമ്പരും ഒക്കെ മികച്ച വില്ലാളികളായിരുന്നു. ഇവർ കാടിനകത്ത്, വയനാടിന്റെ കാടുകൾക്കകത്താണ് യുദ്ധം ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒളിപ്പോരിൽ അവർക്ക് നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു കുറിച്യ ലഹള ഉണ്ടാവാനുണ്ടായിട്ടുള്ള പ്രധാന സാമൂഹിക അതുപോലെ തന്നെ സാമ്പത്തിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒന്ന്, ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച ഉയർന്ന നികുതി നിരക്കുകൾ, വളരെ അമിതമായതും അതുപോലെ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഉയർന്ന നികുതി നിരക്കുകളായിരുന്നു ഇവര് ആവശ്യപ്പെട്ടിരുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് നികുതി പണമായിട്ട് തന്നെ നൽകാനുള്ള നിർബന്ധം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണത്. അതുപോലെ നികുതി അടയ്ക്കാൻ കഴിയാത്ത കുറിച്യരുടെ കൃഷിഭൂമിയും സ്വത്തുക്കളും ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയത്. പിന്നെ പ്രാദേശിക ആചാരങ്ങളോടും ജീവിത രീതികളോടുമുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അനാദരവും ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റവും. അപ്പം ഇങ്ങോട്ട് ഇൻവേഡ് ചെയ്ത് വന്നു,
പിന്നെ നമ്മളുടെ അടുത്തുനിന്ന് എന്താണ് നികുതി ചോദിക്കുന്നുണ്ട്. അതും വളരെ അമിതമായിട്ടുള്ള, നമുക്ക് കൊടുക്കാൻ പറ്റാത്തതിലും കൂടുതലായിട്ടുള്ള രീതിയിൽ അത്രയും ഉയർന്ന നികുതി നിരക്കുകൾ വെച്ചിട്ട് നമ്മളോട് പണമായിട്ട് തന്നെ അടയ്ക്കാൻ പറയുന്നുണ്ട്. പിന്നെ അടയ്ക്കാൻ പറ്റാത്ത ആളുകളുടെ സ്വത്തുക്കളും അതുപോലെ തന്നെ കൃഷിഭൂമിയും കണ്ടു കിട്ടുന്നുണ്ട്. കൂടാതെ ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ ആചാരങ്ങളെയും അവരുടെ ജീവിത രീതികളെയൊക്കെ വളരെ വില കുറച്ച് കാണുകയും അതിനോട് അനാദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് പുതിയ കുടിയേറ്റം. അതായത് ഓൾറെഡി ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടേക്ക് ഇൻവേഡ് ചെയ്ത് വന്നു, അവർ കൂടാതെ മറ്റുള്ള ആളുകളും കൂടെ ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ ഇവിടെ കുരുമുളക്, ഏലം, കാപ്പി തുടങ്ങിയ തോട്ടങ്ങൾ, ബ്രിട്ടീഷ് പ്ലാന്റേഷൻസ് ഇവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് വേണ്ട തൊഴിലാളികൾ, വ്യാപാരികൾ, അതുപോലെ മണി ലെൻഡേഴ്സ്, പണം ഇടപാടുകാരും ഒക്കെ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങോട്ടേക്ക് അവർ വന്ന് അവരുടെ ഒരു ഇവിടെ സമാധാനപരമായിട്ട് ജീവിച്ചിരുന്ന കുറിച്യരുടെ ജീവിത രീതിയിലേക്ക് സാരമായിട്ടുള്ള എന്താ പറയാ ശല്യം ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ കുറിച്യർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അപ്പൊ നമ്മുടെ ഈ കുറിച്യ കലാപം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് കലാപകാരികൾ എന്താണ് ചെയ്യുന്നത്? നികുതി പിരിക്കുന്ന ആളുകളെ തടയുകയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അതുപോലെ വയനാട്ടിലേക്കുള്ള ഗതാഗതം തടയുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ചുരങ്ങളും റോഡുകളൊക്കെ തടഞ്ഞ് വയനാടിന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം അവരുടെ നിയന്ത്രണത്തിലാക്കുന്നുണ്ട്. അപ്പം കലാപം വളരെ ശക്തമായതോടുകൂടി അവിടുത്തെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി വേബറിന് മനസ്സിലായി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇനിയും കൂടുതൽ സൈന്യം വേണം. അപ്പം ഈ തോമസ് ഹാർവി വേബർ തന്നെയാണ് നമ്മുടെ പഴശ്ശിയുടെ രണ്ടാം വിപ്ലവ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടറായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ശ്രീരംഗപട്ടണത്ത് നിന്നും മംഗലാപുരത്ത് നിന്നും കൂടുതൽ സൈന്യം വേണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. അങ്ങനെ ആധുനിക ആയുധങ്ങളുള്ള ബ്രിട്ടീഷ് സൈന്യം ഒരുപാട് പേരും ഇങ്ങോട്ട് വരികയും അവരെല്ലാരും കൂടെ എന്ത് ചെയ്തു? വയനാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും കുറിച്യരെ വളഞ്ഞു. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ശേഷം അവരെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ നേതാവായിരുന്നു, കുറിച്യരുടെ നേതാവായിട്ടുണ്ടായിരുന്ന രാമൻ നമ്പിയെ 1812 മെയ് 1 അത് ഓർത്തിരിക്കാട്ടോ ഈ ഫാക്ട്. രാമൻ നമ്പിയെ തലവെട്ടി കൊലപ്പെടുത്തിയത്. അപ്പൊ രാമൻ നമ്പിയെ 1812 മെയ് 1 ബ്രിട്ടീഷുകാർ തലവെട്ടി കൊലപ്പെടുത്തി. തൂക്കിലേറ്റിയത് വെൻകലോൺ കേലു എന്ന് പറയുന്ന നേതാവിനെയാണ്. അപ്പൊ വെൻകലോൺ കേളുവിനെ പരസ്യമായിട്ട് തൂക്കിലേറ്റി. അതുപോലെ ഈ ഒരു കലാപം പൂർണ്ണമായിട്ടും അടിച്ചമർത്തപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1812 മെയ് 8 ഈ കലാപം പൂർണ്ണമായിട്ടും അടിച്ചമർത്തപ്പെട്ടത്. ഇനി ഇവരെ പറ്റി, ഈ കുറിച്യ കലാപം നടത്തിയ കലാപകാരികളെ പറ്റി TH ബേബർ പറഞ്ഞ ഒരു പരാമർശമുണ്ട്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം തന്നെ അവരുടെ നിയന്ത്രണത്തിലായേനെ. അപ്പോ ഈ ഒരു മാസം കൂടി ഈ ഒരു യുദ്ധം തുടർന്നു പോവുകയാണെങ്കിൽ കലാപകാരികൾ ഈ രാജ്യം മൊത്തം പിടിച്ചെടുത്തേനെന്നാണ് TH ബേബർ പറയുന്നത്. അപ്പം ശത്രുപക്ഷത്താണെങ്കിലും പറഞ്ഞ പോലെ പഴശ്ശിരാജയെ പറ്റിയാണെങ്കിലും കുറിച്യരെ പറ്റിയൊക്കെ ആണെങ്കിലും ഒരു എന്താ പറയാ മതിപ്പുള്ള ഒരാളായിരുന്നു TH ബേബർ എന്ന് പറയുന്ന ആള്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം നേരത്തെ പരാമർശിച്ചതാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ നടന്ന ആദ്യകാല സമരങ്ങളിൽ അവസാനത്തേതായിരുന്നു ഏത്? കുറിച്യ കലാപം എന്നുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു. ഇനി അതിനുശേഷം നമ്മളിനി നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷിന്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പം 1817 റാണി ഗൗരി പാർവതിബായി ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശപ്രകാരം ഒരു വിദ്യാലയം സ്ഥാപിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ആനന്ദമഠം പാഠശാല. അപ്പം തിരുവിതാംകൂറിലെ റാണിയാണ് റാണി ഗൗരി പാർവതിബായി. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിരുവിതാംകൂർ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കും. അതുപോലെ തന്നെ 1834 മാർത്തികുളം സ്കൂളും 1866 തിരുവനന്തപുരം കോളേജും സ്ഥാപിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വരുന്നത് തിരുവിതാംകൂറിലാണ്. അതുപോലെ തന്നെ 1835 മലബാർ നിയമവ്യവസ്ഥ, മദ്രാസ് ഹൈക്കോടതിയുടെ കീഴിൽ മലബാർ നിയമവ്യവസ്ഥ കൊണ്ടുവരുന്നുണ്ട്. 1861 പോലീസ് സംവിധാനവും അതേപോലെ തന്നെ 1861 തന്നെ റെയിൽവേയും സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ റെയിൽവേ ലൈൻ വരുന്നത് ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. പിന്നെ നിലമ്പൂരിൽ ഒരു 1500 ഏക്കർ തേക്കിൻ തോട്ടം അവർ സ്ഥാപിക്കുന്നുണ്ട്. അതിന്റെ പേര് കനോലി പ്ലോട്ട് എന്നാണ്. മലബാർ കളക്ടർ ആയിട്ടുള്ള ഹെൻറി വാലന്റൈൻ കനോലിയുടെ പേരിൽ നിന്നാണ് ഈ കനോലി പ്ലോട്ട് എന്നുള്ള പേരിലേക്ക് എത്തുന്നത്. പിന്നീട് 1859 ആലപ്പുഴയിൽ ആദ്യത്തെ കയർ ഫാക്ടറി നിർമ്മിക്കുന്നുണ്ട്. അത് നിർമ്മിക്കുന്ന വ്യവസായിയുടെ പേര് ജെയിംസ് ദാര എന്നാണ്, ജെയിംസ് ദാര. അതുപോലെ തന്നെ ഓട് വ്യവസായത്തിനും അവർ പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഓട് ഫാക്ടറി വരുന്നത് കോഴിക്കോടിലെ പുതിയറകല്ലിലാണെങ്കിലും ശരിക്കും ഓട് വ്യാപാരത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് ഫറോക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ബ്രിട്ടീഷുകാർ അവരുടെ ആശയങ്ങളും അതുപോലെ തന്നെ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഇങ്ങനെ അച്ചടിശാലകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കേരളത്തിലും അതുപോലെ അച്ചടിശാലകൾ സ്ഥാപിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിലതാണ് നമ്മൾ പറയാം, അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് അച്ചടിച്ചത് ആഞ്ചലോസ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. അതുപോലെ മലയാളത്തിൽ ആദ്യ നിഘണ്ടു അത് അച്ചടിച്ചത് അർണോസ് പാതിരി എന്ന് പറയുന്ന ആളാണ്. അപ്പം മലയാളത്തിൽ ആദ്യ വ്യാകരണ ഗ്രന്ഥം ഗ്രാമറിന്റെ ബുക്ക് കൊണ്ടുവന്നത് ആഞ്ചലോസ് ഫ്രാൻസിസും അതുപോലെ ആദ്യത്തെ നിഘണ്ടു ഡിക്ഷണറി അത് അർണോസ് പാതിരിയുമാണ്.
പിന്നെ മലയാളത്തിലെ ആദ്യത്തെ പൂർണ്ണ അച്ചടി പുസ്തകമായ സംക്ഷേപ വേദാർത്ഥം, അതായത് പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അപ്പം അത് അച്ചടിച്ചത് ക്ലെമന്റ് പിയാനിയസ് എന്ന് പറയുന്ന ആളാണ്. അതുപോലെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു അത് ബെഞ്ചമിൻ ബെയ്ലിയാണ് കൊണ്ടുവന്നത്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു കൊണ്ടുവന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് കോട്ടയത്താണ്. കോട്ടയത്തുള്ള CMS പ്രിന്റിംഗ് പ്രസ് ആണ്. അതും ബ്രിട്ടീഷുകാരാണ് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പത്രം രാജസമാചാരം, അതിന്റെ പത്രാധിപർ ഹെർമൻ ഗുണ്ടർട്ട് ആയിരുന്നു. അതുപോലെ തന്നെ പശ്ചിമോദയം എന്ന് പറയുന്ന മറ്റൊരു പത്രവും ഈ പറഞ്ഞ പോലെ ഹെർമൻ ഗുണ്ടർട്ട് സ്ഥാപിച്ചതാണ്. ഇതിന്റെ രണ്ടിന്റെയും അച്ചടിശാല എന്ന് പറയുന്നത് തലശ്ശേരി ഇല്ലിക്കുന്ന് ബംഗ്ലാവിലായിരുന്നു. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത വർഷം 1847 ആണ്. രാജസമാചാരത്തിന്റെയും പശ്ചിമോദയത്തിന്റെയും പ്രിന്റിംഗ് നടന്നിരുന്നത് എവിടെയാണ്? തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിലായിരുന്നു. ഇനി അവർ കൊണ്ടുവന്ന മറ്റുള്ള സംഭാവനകളിൽ ചിലതാണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അവർ കൊണ്ടുവന്ന സംഭാവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 1841 എവിടെയാണ് പ്രൈമറി സ്കൂൾ കോഴിക്കോട് കല്ലായിൽ പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജും ഈ വർഷം തന്നെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 1856 മലബാറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂള് തലശ്ശേരിയിൽ സ്ഥാപിച്ചു. 1862 ബ്രണ്ണൻ കോളേജ് ആയിട്ട് പിന്നീട് അതിനെ വികസിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചത് 1862 അതുപോലെ തന്നെ 1866 പാലക്കാട് റേറ്റ് സ്കൂളും പിന്നീട് അത് വിക്ടോറിയ കോളേജ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം പാലക്കാട് റേറ്റ് സ്കൂൾ സ്ഥാപിച്ചത് 1866 അതുപോലെ തന്നെ കോഴിക്കോട് 1877 സാമൂതിരി കോളേജ് സ്ഥാപിക്കുന്നുണ്ട്. പിന്നീട് അത് സാമോറിൻസ് ഗുരുവായൂരപ്പൻ കോളേജ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഗുരുവായൂരപ്പൻ കോളേജ് എന്നാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. 1877 ബ്രിട്ടീഷുകാരെ സ്ഥാപിച്ചതാണ്. ഇനി നമുക്ക് ഫ്രഞ്ചുകാരെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഫ്രഞ്ചുകാരെ പറ്റിയിട്ട് കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പം ഫ്രഞ്ചുകാരെ അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു പരന്ത്രീസുകാരെന്ന്. അപ്പൊ കേരളത്തിൽ അവരെ അറിയപ്പെട്ടിരുന്നത് പരന്ത്രീസുകാർ, അല്ലെങ്കിൽ ആളുകൾ വിളിച്ചിരുന്നത് പരന്ത്രീസുകാരെന്നായിരുന്നു. പിന്നെ അവസാനമായിട്ട് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാരെന്ന് പറയുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1664 അത് സ്ഥാപിച്ച ആളുടെ പേര് ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് എന്നാണ് കേട്ടോ. അദ്ദേഹം കിങ് ലൂയിസ് 14 കോർട്ടിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് ആണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 സ്ഥാപിക്കുന്നത്. അതുപോലെ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്. അവരുടെ കേരളത്തിലെ ആസ്ഥാനമാണ് മാഹി. അപ്പൊ കേരളത്തിലെ ആസ്ഥാനമായിട്ടുള്ള മാഹിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മലബാർ പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. പിന്നെ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാൻകോയിസ് മാർട്ടിൻ ആണ്. ഫ്രാൻകോയിസ് മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് ചാർജ് എടുക്കുന്നത്. അപ്പൊ ഫ്രാൻകോയിസ് മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ്. ഇനി അതുപോലെ ഇംഗ്ലീഷ് ചാനൽ ഓഫ് കേരള എന്നറിയപ്പെടുന്ന പുഴയാണ് മയ്യഴിപ്പുഴ. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഒരു സൈഡിൽ മയ്യഴിപ്പുഴയുടെ ഒരു സൈഡിൽ ഫ്രഞ്ചുകാരും മറ്റേ സൈഡിൽ ഇംഗ്ലീഷുകാരുമാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്, ബ്രിട്ടീഷുകാരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മയ്യഴിപ്പുഴയെ അറിയുന്ന മറ്റൊരു പേരാണ് ഇംഗ്ലീഷ് ചാനൽ ഓഫ് കേരള എന്ന്. ഇനി മാഹിയും പോണ്ടിച്ചേരി അല്ലാതെ ഫ്രഞ്ചുകാരുടെ കേന്ദ്രങ്ങളായിട്ടുണ്ടായിരുന്ന മറ്റു 4 സ്ഥലങ്ങളാണ് യാനം, കാരക്കൽ, ചന്ദ്രനഗർ, അതുപോലെ തന്നെ മസൂലിപട്ടണം. ഇനി ഫ്രഞ്ചുകാർ ഇവിടെ സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറി എന്ന് പറയുന്നത് 1668 സ്ഥാപിച്ച സൂറത്തിലെ ഫാക്ടറിയാണ്. അപ്പൊ ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ സൂറത്തിലാണ്. അപ്പം ഈ ഒരു ഫ്രഞ്ചുകാരുടെ ഇവിടുത്തെ ആധിപത്യം അല്ലെങ്കിൽ സ്വാധീനം എങ്ങനെയാണ് കുറയുന്നതെന്ന് വെച്ചാൽ അതിന് മെയിനായിട്ട് 2 റീസൺസ് ആണ്. ഒന്ന് ടിപ്പു സുൽത്താന്റെ വീഴ്ച. അപ്പൊ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുമായിട്ടുണ്ടായിരുന്ന വലിയൊരു അലൈ ആയിരുന്നു. അപ്പം അതായത് നെപ്പോളിയനായിട്ട് ഇടയ്ക്ക് കത്തൊക്കെ എഴുതിയിരുന്ന ഒരാളാണ് ഈ പറയുന്ന ടിപ്പു സുൽത്താൻ. അപ്പൊ ടിപ്പു സുൽത്താന്റെ ഒരു പിന്തുണ ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഴ്ചയ്ക്ക് ശേഷം ഫ്രഞ്ചുകാർക്ക് ഒരു വലിയ സപ്പോർട്ടാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ തുടർന്നും പിന്നീട് പല യുദ്ധങ്ങളിലും അവർ പരാജയപ്പെടുന്നുണ്ട്. ദയനീയമായിട്ടുള്ള പരാജയങ്ങൾ അവർ ഏറ്റുവാങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 യുദ്ധങ്ങളാണ്. ഒന്ന് ബാറ്റിൽ ഓഫ് വാൻഡിയോഷ്, അതായത് വന്തവസി യുദ്ധം, അതുപോലെ തന്നെ കർണാട്ടിക് യുദ്ധം. അതിലൊക്കെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഫ്രഞ്ച് സ്വാധീനം കുറഞ്ഞു പോകുന്നത്. ഇനി ഫ്രഞ്ചുകാരെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഫാക്ട് എന്താന്ന് വെച്ചാൽ അവർ ഇന്ത്യ വിട്ടു പോകുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. അപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോകുന്നത് 1954 കേട്ടോ. അപ്പൊ ആ ഇയർ ഓർത്തിരിക്കുക, 1954. പിന്നെ അവിടെ ഉണ്ടായ മറ്റൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് മയ്യഴി മഹാജനസഭ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അപ്പം ഈ ഫ്രഞ്ചുകാരുടെ അധീനതയിൽ നിന്നും നമ്മുടെ മയ്യഴിയെ അല്ലെങ്കിൽ മാഹിയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ജനങ്ങൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ മയ്യഴി മഹാജനസഭ. അതിന്റെ നേതാവായിരുന്നു IK കുമാരൻ മാസ്റ്റർ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മയ്യഴി ഗാന്ധി. അപ്പൊ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ IK കുമാരൻ മാസ്റ്റർ. അപ്പൊ ഫ്രഞ്ചുകാരെ പറ്റിയിട്ട് ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഈ പഠിച്ചു തീർത്ത 4 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടാതെ ഒരു യൂറോപ്യൻ രാജ്യവും കൂടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഡെൻമാർക്ക്. അതായത് ഡാനിഷുകാരെന്നാണ് അവർ അറിയുന്നത്. അപ്പം ഡെൻമാർക്കുകാരും കൂടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1620 അവരുടെ കച്ചവട കേന്ദ്രം, പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം എന്ന് പറയുന്നത് ഇടവയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ആകെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ
കോട്ട എവിടെയായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഡാൻസ്ബർഗ് എന്ന് പറയുന്ന ഒരു കോട്ട അവർ സ്ഥാപിച്ചിരുന്നു. അത് തമിഴ്നാട്ടിലുള്ള തരംഗമ്പാടിയിലാണ്. ട്രാൻകോവാർ എന്നാണ് അതിനെ മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ നമ്മൾ തരംഗമ്പാടി എന്നാണ് പറയാം. അപ്പൊ തമിഴ്നാട്ടിലാണ് ഈ തരംഗമ്പാടിയിലുള്ള ഡാൻസ്ബർഗ് കോട്ട അവർ സ്ഥാപിച്ചത്. അപ്പൊ ഇത്രയാണ് ഡാനിഷുകാരെ പറ്റി നമുക്ക് ജസ്റ്റ് നോക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രമാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ്, ക്ലാരിഫിക്കേഷൻസ്, ഡൗട്ട്സ് എന്തായാലും കോമന്റ് ബോക്സിൽ താഴെ കോമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. Happy learning with Habitus.